ഹലോ ഗൈസ്, നമ്മൾ അക്വാപോണിക്സ് ഉണ്ടാക്കാൻ പോവാം. അതായത് ₹1 ചിലവില്ലാത്ത രീതിയിൽ നമ്മൾ അക്വാപോണിക്സ് ഉണ്ടാക്കാൻ പോവാം. നമ്മളിവിടെ മോട്ടറോ പമ്പോ ഒന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. അതായത് പഴയ ഫ്ലെക്സ് ആയാലും ശരി, പഴയ ബോക്സ്, ഇങ്ങനെ പല കാര്യങ്ങളും മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അക്വാപോണിക്സ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യാണ്. അപ്പോൾ വിജയകരമാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം. ഞാൻ അബ്ദുൽ സമദ് കുറ്റൂർ. വെൽക്കം ടു മൈ വീഡിയോ വ്ളോഗ്. നമ്മൾ ഫിഷ് പോണ്ടിൻ്റെ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഗ്രോ ബെഡ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഗ്രോ ബെഡ് നമ്മൾ ചെറുതായിട്ട് ഒരുക്കിയിട്ടുണ്ട്, എങ്ങനെയുള്ള കാണിച്ചു തരാം. പിന്നെ നമ്മളിവിടെ ചെറിയ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ താഴെ ഫിഷ് പോണ്ടിനോട് താഴെയായിട്ട് വേറൊരു ടാങ്ക് കൂടി സെറ്റ് ചെയ്യും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പമ്പ് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫ്ലോ ചെയ്തിട്ടാണ് വെള്ളം അതിലേക്ക് സെറ്റ് ചെയ്യുന്നത്. ആ വെള്ളം നമ്മൾ കോരിയിട്ട് ഈ ടാങ്കിലേക്ക് ഒഴിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയെന്നുള്ള കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ഇതാണ് നമ്മളെ അക്വാപോണിക്സ് സിസ്റ്റം. അതായത് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പെട്ടിയാണ്. പെട്ടി മീൻസ് നമ്മൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവരുന്ന പെട്ടിയാണ്. കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും, കുറഞ്ഞ വില കൊടുത്താൽ കിട്ടും. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ്. ഇതിന് നിറച്ച് ഹോളുകളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ ഫ്ലെക്സ് ഷീറ്റ് ആദ്യം ഇറക്കി വെച്ച്, എന്നിട്ട് മുകളിൽ ഇവിടെ ദോരങ്ങളിട്ട്, ഫ്ലെക്സിന് ഇവിടെ ദോരങ്ങൾ ഇട്ടുകൊണ്ട് ഇതിൽ വെള്ളം നിറഞ്ഞിട്ട്, അതായത് ഈ ബെഡിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവഴി വെള്ളം താഴേക്ക് നമ്മളെ ഫിഷ് പോണ്ടിലേക്ക് തന്നെ വീഴും. ഇനി ഇതിലേക്ക് വെള്ളം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു പഴയ ബക്കറ്റ് വെച്ചിട്ടുണ്ട്, പെയിൻറ്റ് ബക്കറ്റാണ്. ഈ പെയിൻറ്റ് ബക്കറ്റിൽ ഞാൻ എന്ത് ചെയ്യാം, പൈപ്പ് വെച്ചിട്ട് ഓട്ടോ ഫ്ലോ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ പെയിൻറ്റ് ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ടുണ്ടായതുകൊണ്ട് ഇവിടുന്ന് ഈ വെള്ളം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഓട്ടോ ഫ്ലോ കൊടുത്തുകൊണ്ട് ഈ വെള്ളം ഈ ബെഡിലേക്ക് വീഴും. അപ്പോൾ ഈ ബെഡ് നിറഞ്ഞിട്ട് ഇതിലേക്ക് ഓട്ടോമാറ്റിക്കലി വീഴും. ഇവിടെ നമ്മൾ അതേ സെയിം സ്റ്റേജിൽ തന്നെ ഇവിടെ നമ്മൾ ഓട്ടോ ഫ്ലോ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു മാർക്കിൽ വെച്ചിട്ട് നമ്മൾ മുമ്പ് സെറ്റ് ചെയ്ത പോലെ തന്നെ ഓട്ടോ ഫ്ലോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ടാങ്കിലേക്ക് ഈ വെള്ളം വീഴുമ്പോൾ ഇവിടെ ഞാൻ സെപ്പറേറ്റ് വേറൊരു ചെറിയൊരു ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം വീഴും. ഇവിടുന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് ഞാൻ നിർമ്മിച്ചിട്ടുള്ള ചെറിയ ടാങ്ക്. ഇത് ഞാൻ ഫ്ലെക്സ് യൂസ് ചെയ്തിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പഴയ ബക്കറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് വെള്ളം വരുന്നത് നമ്മൾ മുമ്പത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഓട്ടോ ഫ്ലോ കൊടുത്തുള്ളതാണ് ഇവിടുന്ന്. അതാണ് ഇവിടുന്ന് ഇങ്ങോട്ട് വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത്. ഈ ടാങ്കിൽ നിറഞ്ഞിട്ടുള്ള വെള്ളം നമ്മൾ കോരിയിട്ട് നമ്മളിവിടെ ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ബക്കറ്റിലേക്ക് നമ്മൾ ഇതിൽ നിന്നുള്ള ഈ വെള്ളം ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ഓട്ടോ ഫ്ലോ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി ഇവിടെ ഈ പൈപ്പിലേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കും ഈ ബെഡിലേക്ക്. ഈ ബെഡ് നിറയുന്ന സമയത്ത് തന്നെ ഓൾറെഡി ഇവിടെ ഞാൻ ചെറിയ ദോരങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലെക്സിന്. അപ്പോൾ അതുവഴി എന്ത് ചെയ്യും, വെള്ളം ഫിഷ് പോണ്ടിലേക്ക് വീഴും. ഇവിടുന്ന് ഓട്ടോമാറ്റിക്കലി നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഓട്ടോ ഫ്ലോ ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് ആ വെള്ളത്തിൻ്റെ അളവ് കയറി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വെള്ളം ഇവിടെ ആ വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഫിൽട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എയർ പമ്പ് നമ്മൾ പമ്പ് ഒഴിവാക്കിയിട്ടുള്ള ഒരു രീതിയാണ് ചെയ്യുന്നത്. പമ്പ് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പമ്പ് വെച്ച് ചെയ്യുക, അതാണ് ഏറ്റവും ഉചിതം. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമുക്ക് 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ അക്വാപോണിക്സ് ചെയ്യാമെന്നുള്ള രീതിയാണ് കാണിച്ചിരുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് 3/4 ഇഞ്ചിൻ്റെ മെറ്റലാണ്, കോൺക്രീറ്റ് മെറ്റലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ പറമ്പൊന്ന് പറിച്ചെടുത്തിട്ടുള്ള 2-3 മുളക് തൈയും പിന്നെ അതുപോലെ തന്നെ ഒരു തക്കാളി തൈയും ഒക്കെ വെച്ചിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ഫിഷ് പോണ്ടിൻ്റെ അപ്ഡേഷൻ നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ പാർട്ട് 5 നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 1, 2, 3, 4 ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ഭാഗങ്ങളിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഷെയർ ചെയ്യുക, കൂട്ടുകാർക്ക് മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. പിന്നെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ, അക്വാപോണിക്സുമായിട്ട് കൂടുതൽ അറിവ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യുക. എല്ലാവരും മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കൂടെ ആ ബെല്ലൈക്കൺ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.